ഈ കെ മുരളീധരൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് രേഖാമൂലം ഈ പൂരം അട്ടിമറിയുണ്ട് എന്നൊരു പരാതി പോലും നൽകിയില്ല എന്നതാണ് ആക്ഷേപം ഒന്ന്. കാരണം എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട പി.വി. അൻവറുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോൾ മാത്രമാണ് ഇത്തരമൊരു ശക്തമായ നിലപാടെടുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായത് എന്നൊരു ആക്ഷേപമുണ്ട്. 100% തെറ്റാണ്. പൂരം അലങ്കോലപ്പെടുത്തിയ ആ സന്ദർഭത്തിൽ തന്നെ അവിടെ എത്തിയ UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ അന്ന് തന്നെ മാധ്യമങ്ങളോട് അന്ന് രാത്രി പറഞ്ഞു, രാവിലെയും പറഞ്ഞു. പഴയ മാധ്യമ ക്ലിപ്പിക്സ് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് അന്വേഷണം നടത്തണം. പ്രത്യേകിച്ചും ഈ സേവാഭാരതിയുടെ ആംബുലൻസിൽ മുന്നിലും പിന്നിലും പോലീസ് വാഹനങ്ങൾ അകമ്പടി വെച്ച് എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥിയെ കൃത്യസമയത്ത് അവിടേക്ക് എത്തിച്ചത് എന്നത് ഇതിനകത്ത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്ന് അന്ന് കെ മുരളീധരനും ഞാനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആവർത്തിച്ചു. അന്ന് തന്നെ കെ മുരളീധരൻ പറഞ്ഞു, ഇതിനെ കുറിച്ച് അന്വേഷണം വേണം, നിർബന്ധമായും അന്വേഷണം വേണം. ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. ഈ പൂരവിശ്വാസികളുടെയും പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുക. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേവലം ഒരു കാഴ്ചഭംഗി മാത്രമല്ല, അതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഈ ഉത്സവത്തിന് നടത്തപ്പെടുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിഷ്ഠകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും, ക്രമങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ആ ക്രമങ്ങളിൽ ഒന്നു തെറ്റിയാൽ സ്വാഭാവികമായും വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കും. അപ്പൊ അങ്ങനെ വിശ്വാസികളെ വല്ലാതെ വ്രണപ്പെടുത്തിയ വേദനിപ്പിച്ച ഈ സംഭവത്തിൽ കൃത്യമായും ഒരു അജണ്ടയുണ്ട് എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു. കെ മുരളീധരൻ അന്ന് ആവർത്തിച്ച് പറഞ്ഞു. പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത് ഡീലിന്റെ ഭാഗമാണെന്നും കൂടി ഞങ്ങൾ പറഞ്ഞു. CPM-ഉം BJP-യും തമ്മിൽ ഉന്നത തലത്തിലുണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് ഈ പൂരക്കാലത്ത് അന്നേ പറഞ്ഞതാണ്. പല ക്ലിപ്പിംഗ്സ് നോക്കിയാൽ പിന്നെ ന്യൂസ് 18 ഉൾപ്പെടെ മനസ്സിലാകും. ഞങ്ങൾക്ക് സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് കെ മുരളീധരൻ എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ തൃശ്ശൂർ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്? കാരണം ഇതിൽ ആരോപണ വിധേയൻ ADGP ആണ്. ADGP ആണ് ഈ പൂരം കലക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആൾ. ആ ADGP-യെ തന്നെയാണ് അന്വേഷിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചത്. ആ ADGP തന്നെ ചുമതല ഏൽപ്പിച്ചാൽ എന്തർത്ഥം? കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നു എന്നതിന് തുല്യ. ADGP ഇതിന് ഗൂഢാലോചന നടത്തി തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് ഇതെല്ലാം കൃത്യമായും പ്ലാൻ ചെയ്ത് BJP-ക്കും അനുകൂലമാകാവുന്ന രീതിയിലുള്ള ഹിന്ദു വികാരത്തെയും പൂരവിശ്വാസികളുടെ വികാരത്തെയും അങ്ങോട്ട് തിരിച്ചുവിടാൻ നേതൃത്വം കൊടുത്തു. ആ ADGP-യെ തന്നെ ഇതിന്റെ പേരിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് ശരിയല്ല. ഈ അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന കാര്യം ഇപ്പൊ തന്നെ ഈ ന്യൂസ് 18 പറയാം. ഇത് പറയാൻ പോണത് കേന്ദ്ര ഏജൻസിയായ പെസോ, ഈ പൂരങ്ങളുടെ വെടിക്കെട്ടുകളുടെ കാര്യങ്ങൾക്കെല്ലാം അനുമതി കൊടുക്കുന്ന പെസോ, അവര് ഇത്ര ഡിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞു. അവരുടെ നിർദ്ദേശത്തിനും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്നായിരിക്കും ADGP ഈ അജിത് കുമാർ കൊടുക്കാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ട്. നോക്കിക്കോളൂ, ഇപ്പോ DGP-യുടെ കയ്യിലുള്ള റിപ്പോർട്ട്, നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പോണ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോ അതിലുണ്ടാകാൻ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല, വീഴ്ച പിന്നെ ഇവർക്കാണ്, പെസോനാണ്, അത് കേന്ദ്ര ഏജൻസിയെ പെസോനാണ് പറ്റിയത് എന്ന് പറയും. ഇതല്ല വസ്തുത എന്നുള്ളത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വത്തിന്റെയും സെക്രട്ടറിമാരുടെ കയ്യിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തെന്ന് പറഞ്ഞു. അത് മാത്രമാണോ? ആ ഉത്സവ പറമ്പിൽ ഉണ്ടായിരുന്ന, തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്ന ഞങ്ങളെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകളിലും വിശ്വാസികളായ ആളുകൾ ആരെ കയ്യിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ലല്ലോ, ഒരാളെ കയ്യിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഈ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ട കൃത്യമായും പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടി ADGP പ്രതിയായ ADGP, ആരോപണ വിധേയനായ ADGP, ആ ADGP തന്നെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ് ജുഡീഷ്യൽ എൻക്വയറി വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാകും. ഞങ്ങൾ അതുകൊണ്ട് ഈ 28-ാം തീയതി തൃശ്ശൂരിൽ തെക്കേ ഗോപുരനടയിൽ പൂരം ഇറക്കം നടക്കുന്ന തെക്കേ ഗോപുരനടയിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിശദീകരണ യോഗം വെക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണം. ഇപ്പൊ കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി പറയുന്നത് വരെ, ഈ മുഖ്യമന്ത്രി ഈ അടുത്ത് പരാതി പറയുന്നത് വരെ റിപ്പോർട്ട് കയ്യിൽ വെച്ചു. 5 മാസമായി റിപ്പോർട്ട് കയ്യിൽ വെച്ചു. അതിനർത്ഥം ഈ റിപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. 14 ദിവസം കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് 5 മാസം കയ്യിൽ വെച്ച് കൊടുക്കാതിരുന്നത്. അതിനാൽ ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. ADGP കള്ളന്റെ കയ്യിലാണ് താക്കോൽ. ആ കള്ളൻ
എന്റെ കയ്യിലുള്ള താക്കോല് ആ കള്ളൻ കൊടുക്കുന്ന പിന്നെ റിപ്പോർട്ട് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് ഞങ്ങളുടെ നിലപാട്. യെസ്, അതാണ്